ആണെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരം. ആരൊക്കെയുണ്ടെന്ന് പറയുന്നത്? ഞങ്ങൾ 3 പേര്. പുള്ളിക്കാരന് വീണ് കാലിനൊരിത് കല്ല് ചാടി ഞരമ്പ് മുറിഞ്ഞ് അങ്ങനെ വലിയ പണിക്ക് പോകാൻ പറ്റിയല്ല. ഞാൻ പിന്നെ തൊഴിലുറപ്പിനൊക്കെ പോകും. ഇവള് പള്ളിക്കുത്തി പോവുക. +1 +2 അങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത്. എത്ര സെന്റ് സ്ഥലമുണ്ട്? 10 സെന്റ്. 10 വർഷമായി. ഈ കുടിലിനകത്താണോ കഴിയുന്നത്? പഞ്ചായത്തിൽ കൊടുത്തിട്ട് ഇല്ല, ഒത്തിരി പുറകില്ല ലിസ്റ്റ്. പിന്നെ ഞാൻ പള്ളിക്കലൊക്കെ ചെന്ന് അച്ഛനോടും പാർട്ടിക്കാരോടും ഒക്കെ പറഞ്ഞു എനിക്ക് ഇതേപോലെ കിടക്കുമല്ലോ, ഒരു ഷീറ്റ് മേഞ്ഞ് ഒറ്റ മുറിയായിട്ട് വെച്ച് തന്നാൽ മതി. പക്ഷെ ആരോട് പറഞ്ഞിട്ടും ആർക്കും ഒരു താല്പര്യമില്ല, വെച്ച് തരാൻ എല്ലാവർക്കും ഒരു മടി. അപ്പോൾ ടീച്ചറിനോട് പറഞ്ഞപ്പോഴാണ് ടീച്ചറും കുഞ്ഞുമാൻ്റെയായിട്ടും സാറും കൂടെ അന്ന് വന്നപ്പോൾ എനിക്ക് വരാമെന്നും പറഞ്ഞുകൊണ്ട് അന്ന് അപേക്ഷയൊക്കെ തന്ന് ഞങ്ങൾക്ക് 1000 രൂപയുടെ കിറ്റും ഒക്കെ തന്ന് വിട്ടത് അവിടെ വന്നപ്പം. യാതൊരു സൗകര്യങ്ങളുമില്ലാത്ത ഈ ഒരു കുടിലിരുന്നാണ് +2 വിദ്യാർത്ഥിനിയായ അൽഫോൺസ പഠിച്ചത്. ഇവർക്ക് മറ്റു യാതൊരു വിധ സൗകര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു കുടിലിൽ അവർ കഴിയാൻ ഇടയായത്. അൽഫോൺസയും അമ്മയും അച്ഛനും അടങ്ങുന്ന കുടുംബം. ഇത് ഇടുക്കിയിൽ ആർച്ച് ഡാമിന് ഓപ്പോസിറ്റായിട്ട് തന്നെ അതിമനോഹരമായ ഒരു സ്ഥലത്താണ് ഇവരുടെ കുടിൽ സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഇവരുടെ കുടിലിരുന്ന സ്ഥലത്ത് തന്നെ ഉള്ള സ്ഥലത്താണ് നമ്മൾ ഇവർക്കായിട്ട് തുഷാരയുടെയും ജോസിൻ്റെയും സഹായത്താൽ വീട് നിർമ്മിച്ച് നൽകിയത്. ജോസ് തന്നെ നേരിട്ട് വന്ന് ആണ് ഈ വീടിൻ്റെ താക്കോൽദാന കർമ്മം ഇവർക്ക് നിർവഹിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചോളം ടീച്ചർ മുഖാന്തരം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ എനിക്ക് 3 പിള്ളേരുണ്ട്, ഭാര്യയുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത്ര മാത്രം മതി. വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം 10-12 വർഷം ഞാൻ പത്തനംതിട്ടയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളിൽ മാഡത്തിൻ്റെ കൂടെ അസോസിയേറ്റ് പറ്റിയിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് ആയിരുന്നാലും മാഡം ഇങ്ങോട്ട് വിടും, നമ്മൾ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ എല്ലാം സർവീസാണ്. സർവീസ് കൊടുക്കുന്നതിലൊരു സന്തോഷം, അത് ആണ് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അതൊരു ഫീലാണ്. അപ്പോൾ ഇത് തന്നെ ഇപ്പോൾ 349 വീടായിട്ട് തന്നെ ആണ് പറയുന്നു. അതിൽ ഇടുക്കി തന്നെ വന്നു എന്നുള്ളതും ഇവിടെ ഞാനിവിടെ ഉണ്ടായിരുന്നു. ഷാജി ഇന്നലെ കണ്ടപ്പോഴേക്കും പറഞ്ഞു ഇങ്ങനെ ഉണ്ട് എന്നുള്ള പറഞ്ഞപ്പോഴത്തേക്കാണ് ഇവിടെ ഉണ്ടോ എന്നപ്പോഴത്തേക്ക് ഇന്ന് വന്നു. സന്തോഷം ഇവിടെ വന്നു ഇത് കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് വളരെ സന്തോഷമായി. UK തന്നെ ഒരു വന്ന് എന്താ പറയുക, ആ ഒരു സ്നേഹവും സന്തോഷവും ഇങ്ങോട്ട് പകർന്ന് കൊടുക്കാനുണ്ടായ ആ മനസ്സ്, അത് തന്നെയാണ് ഏറ്റവും വലിയ. US ആണ് വേറെ വീട്ടിൽ ഇന്നലെ അവിടെ ഇടുക്കിയിൽ വന്നത് ചെയ്തല്ലോ. അപ്പോൾ അതൊരു നല്ല മനസ്സ്, സന്തോഷം. തുടർന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യണം. കാരണം ഹ്യൂമാനിറ്റി സർവീസാണ് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ടത്. നമുക്കൊരു എന്താ പറയുക, മനസ്സിന് മാത്രമല്ല, സന്തോഷം മാത്രമല്ല, പ്രാർത്ഥനയും നമുക്കൊരു സന്തോഷമായിരിക്കും, വീട്ടുകാർക്കും എല്ലാം നന്നായിട്ടിരിക്കും. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു മുഹൂർത്തം. എല്ലാ ആശംസകളും. താങ്ക് യു. ഒരു സ്നേഹവീട് ഇവർക്ക് ലഭിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഞാനൊരു പഞ്ചായത്ത് മെമ്പറായി കയറി ഞാൻ ഈ വീട്ടിൽ വന്ന് ഇവരുടെ അവസ്ഥ കണ്ടതാണ്. പക്ഷേ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ടീച്ചർ മുഖാന്തരം സ്പോൺസർമാരുടെ സഹായത്തോടു കൂടി 343-ാമത്തെ ഒരു ഭവനമാണ് ഇവിടെ നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിന് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഇങ്ങനെ വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുടെ മനസ്സ് കണ്ട് അവർക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുക്കാനായിട്ട് കാണിച്ച ആ മനസ്സിന് എല്ലാവർക്കും എല്ലാം ഉണ്ടായിട്ട് അതിൽ നിന്ന് അവർ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളതിൽ നിന്ന് മിച്ചം വെച്ച് ഒരു ദശാംശം പോലെ ഇങ്ങനെ കാരുണ്യ പ്രവർത്തികൾക്ക് വേണ്ടി മാറ്റിവെച്ച് നൽകിയിരിക്കുന്ന ഈ ഭവനത്തിന് എനിക്ക് ഇവർക്ക് ആകെ ചെയ്തു കൊടുക്കാൻ പറ്റിയത് ഒരു ടോയ്ലറ്റ് ഇല്ലാതിരുന്നു, അത് ചെയ്തു കൊടുക്കാൻ പറ്റി. പിന്നെ നമുക്ക് പഞ്ചായത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടെ തനത് വരുമാനം കുറഞ്ഞ ഒരു ചെറിയൊരു പഞ്ചായത്താണ്. ആളുകൾക്ക് നമുക്ക് ലൈഫിൻ്റെ ലിസ്റ്റിൽ ഇവരുണ്ടായിരുന്നു, പക്ഷെ അതൊത്തിരി പുറകോട്ടായിരുന്നു. സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ച് വരുമ്പോൾ അതൊത്തിരി പുറകിലേക്കായിരുന്നു. അങ്ങനെയും കൂടെ വന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ 343 വീട് ഈ സർക്കാരിന് ഇവിടെ പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ടീച്ചർ മുഖാന്തരം ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഓർത്ത് ടീച്ചറിനെയും നിങ്ങളെ എല്ലാവരെയും ഒരുപോലെ ഞാൻ ഇതിനകത്ത് അഭിനന്ദിക്കുകയും എല്ലാവർക്കും നന്ദി പറയുകയും ചെയ്യും. ഈ ഒരു വീട് പണിയുടെ വിവിധ ഘട്ടങ്ങളിൽ നമ്മൾ എത്തിച്ചേരുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങളായിരുന്നു. പ്രത്യേകിച്ച് യാത്ര എന്ന് പറയുന്നത്, ഇതിലേക്ക് ഉള്ള വഴി വളരെ ദുർഘടമായിട്ടുള്ളൊരു വഴിയായിരുന്നു. അപ്പോൾ അതിൽ
മഴ പെയ്യുന്നുണ്ടേ തെന്നി വീഴുന്ന ഒരു സിറ്റുവേഷനിലുള്ള വഴിയായിരുന്നു ഈ കുടിലിലേക്ക് ഇറങ്ങുന്ന വഴിയെന്ന് പറയുന്നത്. അപ്പോൾ അത് കൊണ്ട് അതിൻ്റേതായ, അതായത് സാധനങ്ങൾ കൊണ്ടുവരുന്നതിലും പണിയുന്നതിലും ഒക്കെ ഒത്തിരി ഏറെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഈ വീട് പണിയുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വന്നു. എന്നിരുന്നാലും 2 മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റ് ഔട്ടും ഒക്കെ അടങ്ങിയ ഒരു 650 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള മനോഹരമായ ഒരു ഭവനം ഈ കുഞ്ഞിന് പഠിക്കാൻ വേണ്ടി, ഇവർക്ക് താമസിക്കാൻ വേണ്ടി, സുരക്ഷിതമായിട്ട് കഴിയാൻ വേണ്ടി, ഇനി ആരെയും ഭയക്കാതെ അടച്ചുറപ്പുള്ള ഒരു ഭവനത്തിൽ താമസിക്കാനായിട്ട് അവസരമൊരുങ്ങി അതിനായിട്ട് സഹായിച്ച തുഷാരയെയും ജോസും, ഇവർ 2 പേരും ഒക്കലഹോമയിലാണുള്ളത്. അപ്പോൾ ഇവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒരാളെ സംബന്ധിച്ച്, ഒരു വീടിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഒരു വീടില്ലെങ്കിൽ അതിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അത് അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പൈസ ഉണ്ട് എന്നുള്ള രീതിയിലല്ല, പൈസ ഉണ്ടെങ്കിലും അത് തരാനുള്ള മനസ്സ്, അത് ചെയ്യുവാനുള്ള മനസ്സ് വളരെ വലുതാണ്. ഒരു മാർഗവും ഇല്ലായിരുന്നു വെക്കാനായിട്ട്. എന്നാൽ ടീച്ചർ വന്നത് വലിയ ഉപകാരമാണ് ഞങ്ങൾക്ക് ഇവരെ തന്നത്. ഞാനും ഇവിടെ ടീച്ചറെ കാണാൻ പറഞ്ഞു, 1 മുറി മാത്രം മതി ഞങ്ങൾക്ക്, ഒത്തിരി മുറി ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ മുറിയും. പറയാൻ, സന്തോഷം കൊണ്ട് പറയാൻ വാക്കുകളില്ല. അതേപോലെ വിഷമിച്ചാണ് ഞങ്ങൾ കഴിഞ്ഞത് വരെ ഇല്ലാതിരുന്ന. പക്ഷെ ഇത് കിട്ടിയപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം. ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഒത്തിരി സന്തോഷം. ഇനി മഴയില്ല, ഞങ്ങൾ മഴ വരുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇതിലെ വെള്ളം ഒഴുകുക, 2 സൈഡായിട്ടായിരുന്നു പടുക. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അത്ര വിഷമമായിരുന്നു. ടീച്ചറിനെ ഞങ്ങൾ ജീവിപോലെ ടീച്ചറായി. ഈ പെര കിട്ടിയ അന്ന് കൊണ്ട് ഞാൻ ടീച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കും. ജലാല സാറും അല്ല ഇപ്പേരെ തന്ന സാറിനും കുഞ്ഞാഞ്ചേട്ടനും ഒക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പെര വെച്ചാൽ ടീച്ചർ ജീവനോടെ കൊണ്ടിട്ടില്ല ഞങ്ങൾക്ക് തന്നത്. ഒത്തിരി പൈസ ഉള്ളവരോടൊക്കെ ആയിട്ട് ഞങ്ങൾ പെര ഇല്ലായിരുന്നപ്പം ചോദിച്ച് ഞങ്ങൾക്കൊരു പെര വെച്ച് തരാമെന്ന്. പക്ഷെ ആർക്കും ഒരു മനസ്സില്ലായിരുന്നു. പക്ഷേ ടീച്ചർ ഞങ്ങളെ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് പെര വെച്ച് തന്നു. 5 മാസം കൊണ്ട് ഞങ്ങൾ ടീച്ചറെ കണ്ടു കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞപ്പോഴും ടീച്ചർ വന്ന് ഞങ്ങൾക്ക് പെര വെച്ചു. ഇറങ്ങി വന്നപ്പോൾ ഒരു സാർ ഇവിടെ വന്ന് വീണ്, ജലാൽ സാർ ഒന്നിങ്ങനെ പിടിച്ച് ഏൽപ്പിച്ച് ടീച്ചർ തന്നെ വീഴാൻ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും ടീച്ചർ ഈ മഴയത്ത് പോലും ടീച്ചർ ഇങ്ങനെ പറഞ്ഞില്ല, അയ്യോ ഒരു മഴയാണല്ലോ എന്നാൽ ഞാൻ ഇങ്ങനെ തന്നെ പിടിച്ച സമയത്ത് വരുന്നില്ലെന്ന് പോലും ടീച്ചർ പറഞ്ഞിട്ടില്ല. ടീച്ചർ സന്തോഷത്തോടു കൂടി വന്ന് ഓരോ ഘട്ടം പണി നടത്തുമ്പോഴും ടീച്ചർ അത് വന്ന് അവരോട് പറഞ്ഞു തന്നിട്ട് ടീച്ചർ സന്ധ്യയാകും വരും. എന്നിട്ട് ഞാൻ പറയുമോ ഇരുട്ട് കൂട്ടിയാണ് ടീച്ചർ പോകുന്നത്. എന്നിട്ട് പോലും ടീച്ചറിന് ഒരു വിഷമവും ഇല്ല, ഞങ്ങളൊരു വഴക്കുമില്ല, സന്തോഷമായിട്ട് ടീച്ചർ വന്ന് 5-8 പ്രാവശ്യം ടീച്ചർ വന്ന് ടീച്ചർ വന്ന് പെര വന്നു. അതുകൊണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു. എന്നും പ്രാർത്ഥനയിൽ ഉണ്ട്. ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു പെര എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ എന്നും പറയും, ഒരു ദിവസമെങ്കിലും പെര വെച്ച് കിടന്നിട്ടൊന്ന് മരിക്കാൻ അനുവദിച്ചാൽ മതിയെന്ന്. പക്ഷേ ഇപ്പം അതിനിപ്പുറത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവരും കൂടി പെര വെച്ച് ഒത്തിരി ഒത്തിരി സന്തോഷം. പിന്നെ ഈ സ്പോൺസർ ചെയ്ത ജോസാറിനും ഫാമിലിക്കും സാറിനും ഒക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും എന്ന് മാത്രമാണ്. ഒപ്പം ടീച്ചറിനും പ്രത്യേകിച്ച് ജയലാൽ സാറിനും താങ്ക് യു. ഈ വീടിന് സഹായിച്ച തുഷാരയോടും ജോസിനോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഹൃദയം നിറഞ്ഞ് എല്ലാ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു.